നിങ്ങളെല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിച്ച മുളക് ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ആ വെളിച്ചെണ്ണയിൽ ഈ മുളകൊന്ന് വറുത്തെടുക്കണം. ഞങ്ങളിപ്പോൾ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് കുറച്ച് മുളക് ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ കൂടുതലും മുളകിടാം, കുറവ് മതി എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മുളക് കുറക്കുകയും ചെയ്യാം. ഞാൻ ഷിനാജും അത്യാവശ്യം എരിവ് കഴിക്കുന്ന ആൾക്കാരാട്ടോ, അതുകൊണ്ട് എന്തുണ്ടാക്കിയാലും ഇവിടെ നല്ല എരിവിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മുളക് വെളിച്ചെണ്ണയിൽ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം, അതായത് ഒരു കറുപ്പ് കളർ ആകുന്നവരെ. എന്ന് കരുതി മുളക് വറുത്ത് അത് കരിക്കരുത് കേട്ടോ. ഓൾമോസ്റ്റ് ചിലപ്പോൾ കുറേ ആൾക്കാർക്ക് ഇത് ഉണ്ടാക്കാൻ അറിയായിരിക്കും കേട്ടോ. നിങ്ങൾ അത്രയും റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ റെസിപ്പി ഇടുന്നത്. അപ്പോൾ ഏകദേശം ഈ ഒരു ലുക്ക് ആകുമ്പോഴത്തേക്കും നമ്മൾ തൊലി പൊളിച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉണക്കമുളക് ഏകദേശം ഇതേപോലെ ഒന്ന് കറുത്ത് വന്നാലേ നമ്മുടെ ചമ്മന്തിയുടെ കളർ നല്ല കറുത്തിരിക്കത്തുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ വറുത്തെടുക്കണമെന്ന് പറഞ്ഞത്. അങ്ങനെ ഉള്ളിയും കൂടി ഇട്ട് ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. ഉള്ളി ജസ്റ്റ് ഒന്ന് കളർ മാറിയാൽ മതി കേട്ടോ. ഒരുപാട് ഉള്ളി ഇട്ട് അതിലിങ്ങനെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ചൂട് പോയതിന് ശേഷം മാത്രമേ മിക്സിയുടെ ജാറിലോട്ടിട്ട് അടിച്ചെടുക്കാവുള്ളൂ. ഇത് അടിച്ചെടുക്കുമ്പോഴത്തേക്കും ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉമ്മ പറയുന്നുണ്ട്, ഇതുണ്ടാക്കാൻ അറിയാത്ത ആരും കാണത്തില്ല, എല്ലാവർക്കും അറിയായിരിക്കും, വെറുതെ നമ്മൾ റെസിപ്പി ഇട്ട ആൾക്കാർ നമ്മളെ കളിയാക്കുമെന്ന്. അപ്പോൾ ഇതുണ്ടാക്കാൻ അറിയാത്തവർക്കുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അങ്ങനെ അത് അരച്ചെടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ചധികം കടുക് ഇട്ട് കൊടുത്ത്, കടുക് ഫുള്ള് പൊട്ടി കഴിഞ്ഞതിന് ശേഷം കുറച്ചധികം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഉണക്കമുളകും ഉള്ളിയും കൂടെ ഇതിലേക്ക് തട്ടിക്കൊടുക്കാം. തീ സിമ്മിലാക്കിയതിന് ശേഷം ഇത് ഇട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡിയായി. ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര സിമ്പിളല്ലേ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് മാത്രമായിട്ടും ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചോറിനെക്കാട്ടി കൂടുതൽ എനിക്ക് കഞ്ഞി കുടിക്കാനായിട്ട്. ഇവിടെ ഉമ്മ കൂടുതലും ദോശയ്ക്കാണ് കേട്ടോ ഇത് ഉണ്ടാക്കാറ്. അപ്പം ഞാൻ ചോറിൻ്റെ കൂടെയും കഴിക്കും. ചോറിൻ്റെ കൂടെ അടിപൊളിയാണ് കേട്ടോ. മോര് കറിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഉഷാറാണ്.